നമസ്കാരം, എല്ലാ മലയാളി വാർത്താ പ്രേക്ഷകർക്കും സ്വാഗതം. നമുക്ക് നോക്കാം കഴക്കൂട്ടം മണ്ഡലത്തെക്കുറിച്ചും മണ്ഡലത്തിൻ്റെ ഒരു ചരിത്രം, അതുപോലെ തന്നെ ഇപ്പോഴത്തെ സ്ഥാനാർത്ഥികൾ, അവരുടെ വിജയപ്രതീക്ഷ അടക്കമുള്ള കാര്യങ്ങൾ നമ്മൾ വിശദമായി നോക്കാൻ പോവുകയാണ്. രാജഭരണകാലം തൊട്ട് ഭരണകാര്യങ്ങളിൽ ശക്തമായ ഇടപെടൽ നടത്തിയ പ്രദേശമാണ് കഴക്കൂട്ടം. ജനാധിപത്യ തിരഞ്ഞെടുപ്പുകളുടെ കാലത്ത് സംസ്ഥാനത്തിന് ഒരു മുഖ്യമന്ത്രിയെ കഴക്കൂട്ടത്ത് നിന്നും കിട്ടി. തിരുവിതാംകൂറിലെ രാജ്യകാര്യങ്ങളിൽ ചർച്ച ചെയ്ത് ശുപാർശകൾ നൽകാൻ ചുമതലപ്പെട്ടവരാണ് കഴകങ്ങൾ. ആ കൂട്ടമാണ് കഴക്കൂട്ടമായതെന്നാണ് സ്ഥലനാമ ചരിത്രകാരന്മാർ പറയുന്നത്. കഴക്കൂട്ടം കേരളത്തിൽ കരുത്തേറിയ ഒരു മണ്ഡലമാണ്. പ്രത്യേകിച്ച് BJP കണ്ണ് നട്ടിരിക്കുന്ന ഒരു മണ്ഡലമാണ്. നിലവിൽ LDF ആണ്, കോൺഗ്രസിൽ നിന്ന് വഴുതിപ്പോയൊരു മണ്ഡലമാണ്. ത്രികോണ മത്സരം നടക്കുന്ന മണ്ഡലമാണ്. സ്റ്റാർ പോരാട്ടമുണ്ട്. കോൺഗ്രസ് കോട്ടയായിരുന്ന മണ്ഡലത്തിൻ്റെ ആദ്യമായി വിള്ളൽ വീഴ്ത്തിയതിൻ്റെ കരുത്തിലാണ് സിറ്റിംഗ് MLA കടകംപള്ളി സുരേന്ദ്രൻ. 1996-ലും 2016-ലും 2021-ലും കടകംപള്ളിക്കൊപ്പം നിന്ന കഴക്കൂട്ടം നാലാമതും തന്നെ തുണയ്ക്കും എന്ന ആത്മവിശ്വാസം കടകംപള്ളിക്ക് അതിയായി ഉണ്ട്. പിന്നെ അദ്ദേഹത്തിന് അല്പമെങ്കിലും ഒരു ഇടർച്ച വരുന്നത് ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലാണ്. നമുക്കറിയാം, ശബരിമല സ്വർണ്ണക്കൊള്ള കേസ്, ആ കേസിൽ അദ്ദേഹത്തെ ചോദ്യം ചെയ്തിരുന്നു. അത് വലിയൊരു തിരിച്ചടിയാകുമോ എന്ന ചോദ്യം അദ്ദേഹത്തിന് മാത്രമല്ല, സംസ്ഥാനത്തൊട്ടാകെ അത് ഭരണത്തിൽ ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് LDFനെ ദോഷമായി ബാധിക്കുമോ എന്നൊരു ചോദ്യം നിലവിലുണ്ട്. അതിനിടയിൽ കഴക്കൂട്ടം മണ്ഡലവും ചോദ്യചിഹ്നത്തിൽ നിൽക്കുകയാണ്. ശബരിമല സ്വർണ്ണ കവർച്ച ഉൾപ്പെടെ ശക്തമായ ആരോപണങ്ങളാണ് കടകംപള്ളിക്കെതിരെ പ്രതിപക്ഷം ഇവിടെ ആയുധമാക്കുന്നത്. 10 വർഷം ഓർമ്മയുണ്ടല്ലോ, അതുപോലെ ഇനിയും ഒപ്പം ഉണ്ടാകും ഞാനെന്ന് കടകംപള്ളി ജനങ്ങളോട് പറയുന്നുണ്ട്. മാത്രമല്ല, മറ്റാരുണ്ട് ഞങ്ങളല്ലാതെ എന്നും കടകംപള്ളി കഴക്കൂട്ടത്തെ ജനങ്ങളോട് പറയുന്നുണ്ട്. എന്തായാലും കടകംപള്ളി വേണമോ അതോ മറ്റാരെങ്കിലും കഴക്കൂട്ടംകാർ തിരഞ്ഞെടുക്കുമോ എന്നതാണ് ഒരു ചോദ്യം. വർഷങ്ങളോളം കോൺഗ്രസിനൊപ്പം നിന്ന ഒരു മണ്ഡലം കൂടിയാണിത്. അതുകൊണ്ട് തന്നെ അത് തിരിച്ചു പിടിക്കുക എന്നത് കോൺഗ്രസിൻ്റെയും ഒരു അഭിമാന പ്രശ്നം തന്നെയാണ്. അത് കഴിയുമെന്ന്, അതിന് സാധിക്കുമെന്ന ഉറപ്പോടെയാണ് UDF സ്ഥാനാർത്ഥി T. ശരത്ചന്ദ്ര പ്രസാദിൻ്റെ പ്രചാരണം. ശരത്തണ്ണൻ ഫീൽഡിൽ ഇറങ്ങിയാൽ ആരോടും പ്രത്യേകിച്ച് വേറൊന്നും പറയേണ്ടതില്ലല്ലോ എന്നാണ് ഒപ്പമുള്ളവർ പറയുന്നത്. ശബരിമല യുവതീ പ്രവേശന വിഷയം ഉയർത്തി മറ്റു മുന്നണികൾക്കെതിരെ ശക്തമായ വിമർശനമാണ് പ്രചാരണ വേളയിൽ ശരത്ചന്ദ്ര പ്രസാദ് ഉന്നയിക്കുന്നത്. ശബരിമലയിൽ സ്ത്രീകളെ കയറ്റണമെന്ന നിലപാടിൽ CPM ഇപ്പോഴും ഉറച്ചു നിൽക്കുകയല്ലേ? സുപ്രീം കോടതി വിധിക്കെതിരെ നിയമം വേണമെന്ന് കോൺഗ്രസ് പലതവണ പറഞ്ഞിട്ട് കേന്ദ്ര സർക്കാർ തയ്യാറായോ എന്ന ചോദ്യവും ശരത്ചന്ദ്ര പ്രസാദ് ഇവിടെ ഉന്നയിക്കുന്നുണ്ട്. 2016-ലെ തിരഞ്ഞെടുപ്പിൽ 42,732 വോട്ട് നേടി മണ്ഡലത്തിൽ രണ്ടാമതെത്താൻ കഴിഞ്ഞതും കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് ശോഭാ സുരേന്ദ്രൻ ശക്തമായ പോരാട്ടം നടത്തിയതുമാണ് NDA സ്ഥാനാർത്ഥി V. മുരളീധരന്റെ ആത്മവിശ്വാസം. തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണം പിടിച്ചെടുക്കാൻ BJPക്ക് കഴിഞ്ഞതും മണ്ഡലത്തിൽ പ്രതിഫലിക്കുമെന്നാണ് NDA സ്ഥാനാർത്ഥി V. മുരളീധരൻ കരുതുന്നത്. കോർപ്പറേഷൻ ഭരണം കൂടി കിട്ടിയതിനാൽ ഭരിക്കാൻ BJPക്ക് അറിയാമെന്ന് തെളിഞ്ഞില്ലേ? കുടിവെള്ളമാണ് മണ്ഡലത്തിലെ വലിയ പ്രശ്നങ്ങളൊന്ന്. 10 വർഷത്തെ LDF ഭരണത്തിന്റെ മിച്ചമാണിതെന്നും V. മുരളീധരൻ കുറ്റപ്പെടുത്തി. 2011-ൽ 7,508 വോട്ട് മാത്രമാണ് BJPക്ക് മണ്ഡലത്തിൽ ഉണ്ടായിരുന്നത്. എന്നാൽ തൊട്ടടുത്ത തിരഞ്ഞെടുപ്പിൽ ഒറ്റയടിക്കാണ് മണ്ഡലം മുരളിക്ക് 40,000-ലധികം വോട്ട് നൽകിയത്. മികച്ച മുന്നേറ്റം BJPക്ക് നേടാൻ സാധിച്ച ഒരു മണ്ഡലമാണ്. എന്തായാലും ഈ മണ്ഡലം അത് വളരെ പ്രത്യേകതകളുള്ള ഒരു മണ്ഡലം തന്നെയാണ്. ഒരുപാട് ചരിത്രം ഉറങ്ങിക്കിടക്കുന്ന ഒരു മണ്ഡലമാണ്. ഒരു മുഖ്യമന്ത്രിയെ ആദ്യമായിട്ട് സമ്മാനിച്ച AK ആന്റണി ആയിരുന്നു ആ നായകൻ. അദ്ദേഹത്തെ സമ്മാനിച്ച കഴക്കൂട്ടം 1977 ഉപതെരഞ്ഞെടുപ്പിൽ 8,000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് വിജയിച്ചാണ് ആന്റണി മുഖ്യമന്ത്രിയായത്. UDFന്റെ ശക്തമായ കോട്ടയായിരുന്നു കഴക്കൂട്ടം. 1982-ൽ MM ഹസൻ 1,193 വോട്ടിന് CPM സ്ഥാനാർത്ഥി തോപ്പിൽ ധർമ്മജനെ പരാജയപ്പെടുത്തി. 1980-ലും ഹസനായിരുന്നു വിജയി. എത്ര ശ്രമിച്ചിട്ടും വിജയിക്കാത്ത ഇടതുപക്ഷം ഒടുവിൽ 1987-ൽ നബീസ ഉമ്മാലിനെ സ്വതന്ത്രയായി മത്സരിപ്പിച്ച് ജയിപ്പിച്ചു. CMB സ്ഥാപക നേതാവ് മന്ത്രിയുമായിരുന്ന MB രാഘവന് സുരക്ഷിത മണ്ഡലം വേണമെന്ന് പറഞ്ഞപ്പോൾ 1991-ൽ അവസരം നൽകിയത് കഴക്കൂട്ടത്തായിരുന്നു. നബീസ ഉമ്മാലിനെ വെറും 689 വോട്ടിന് രാഘവൻ പരാജയപ്പെടുത്തി. 1996-ൽ സ്വതന്ത്രനായ EA റഷീദിനെ വീഴ്ത്തി കടകംപള്ളി ആദ്യ വിജയം സ്വന്തമാക്കി. എന്നാൽ 2001-ൽ കോൺഗ്രസ് നേതാവ് MA വാഹിദ് സ്വതന്ത്രനായി മത്സരിച്ച് 2 മുന്നണികളെയും തോൽപ്പിച്ച് മണ്ഡലം പിടിച്ചു. ലീഗിനായിരുന്നു UDFൽ സീറ്റ്. 2016 വരെ വാഹിദ് മണ്ഡലം നിലനിർത്തി. 2016-ലെ തിരഞ്ഞെടുപ്പിൽ വാഹിദ് മൂന്നാമതായി. കടകംപള്ളി വീണ്ടും കളം പിടിച്ചു. 2021-ലും മണ്ഡലം കടകംപള്ളിക്കൊപ്പം നിൽക്കുകയായിരുന്നു. തിരുവനന്തപുരം കോർപ്പറേഷനിലെ 28 വാർഡുകളാണ് മണ്ഡലത്തിൽ ഉള്ളത്. അപ്പോൾ ഇനി കഴക്കൂട്ടന്മാർക്കൊപ്പം നിൽക്കുമെന്നത് ഒരു ചോദ്യം തന്നെയാണ്. നമ്മളിപ്പോൾ സ്ഥാനാർത്ഥികളുടെ ഒരു പ്രതികരണത്തിലേക്ക് പോവുകയാണ്. 3 സ്ഥാനാർത്ഥികളും BJPയുടെ, UDFന്റെ, LDFന്റെ മുഖ്യ സ്ഥാനാർത്ഥികൾ മലയാളി വാർത്തയോട് അവരുടെ വിജയപ്രതീക്ഷയൊക്കെ പങ്കുവച്ചിട്ടുണ്ട്. അവരുടെ പ്രതികരണത്തിലേക്ക് നമ്മൾ പോവുകയാണ്. വളരെ ആക്റ്റീവാണ്. എല്ലാവരും LDF വോട്ട് ചെയ്യുന്നതാണ് പ്രതീക്ഷിക്കുന്നത്. നല്ല പ്രസന്റ് ആയിട്ട് ആളുകൾ സമീപിക്കുന്നുണ്ട്.
കഴിഞ്ഞ 10 വർഷമായിട്ട് ഇവിടെ നടക്കുന്ന വികസന പ്രവർത്തനങ്ങൾ ജനങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്. അതിൻ്റെ പ്രതികരണം സ്വാഭാവികമായിട്ടും നല്ല നിലയിൽ തന്നെ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഉയരുന്ന ഒരു ഡീൽ ആരോപണം, ശരിക്കും അത്തരത്തിലൊരു ഡീൽ ഉണ്ടോ? എന്താണ് അങ്ങേക്ക് പറയാനുള്ളത്? അത് ഡീലെന്ന് പറയുന്നത് നമുക്ക് ജനങ്ങളുമായിട്ടല്ലേ ഡീല്, മറ്റു തരത്തിലുള്ള ഡീലൊന്നും നമുക്കില്ല. ഈ മണ്ഡലത്തിലെ എല്ലാ ജാതിയിലും മതത്തിലും രാഷ്ട്രീയത്തിലും പെട്ടിട്ടുള്ള ജനങ്ങളുണ്ട്. അവരുമായിട്ട് എനിക്ക് നല്ല ഡീലുണ്ട്. ഈ കഴക്കൂട്ടത്ത് CPM ആരുമായിട്ടാണ് മത്സരം? BJP ആയിട്ടാണോ അതോ UDF-ഉമായിട്ടാണോ? ഒരു ട്രയാങ്കുലർ ഫൈറ്റാണ് നടക്കുന്നത്. ഒരു ത്രികോണ മത്സരമാണ്. ഇന്നയാളുമായിട്ടാണ് നേരിട്ട് മത്സരം എന്ന് പറയാനൊന്നും പറ്റില്ല. 3 പേരും ശക്തരായിട്ടുള്ള സ്ഥാനാർത്ഥികളാണ്. ഒരു ട്രയാങ്കുലർ ഫൈറ്റ് നടക്കുന്നതെന്നാണ് എന്റെ വിശ്വാസം. ഒരു ത്രികോണ മത്സരമാണെങ്കിൽ ഇപ്പോ BJP സെക്കൻഡ് നിൽക്കുന്നു എന്നുള്ള ഒരു രീതിയിലാണല്ലോ കഴിഞ്ഞ ഇലക്ഷൻ ഒക്കെ വന്നിരിക്കുന്നത്. അതായത് കേരളത്തിൽ BJP-യുടെ ഒരു തുടക്കമാണോ ഇതൊക്കെ? അതിനെ എങ്ങനെയാണ് നോക്കി കാണുന്നത്? BJP ഇത്തവണ ഇവിടെ പിടിക്കുന്നൊക്കെയാണ് പറയുന്നത്. ഈ മണ്ഡലത്തിൽ കഴിഞ്ഞ പ്രാവശ്യം BJP 2ാം സ്ഥാനത്ത് വന്നു. അതുകൊണ്ട് അവർ ഇപ്രാവശ്യം 2ാം സ്ഥാനത്ത് വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെ വരികയാണ്. അല്ലാതെ BJP-ക്ക് ഒരു പൂർണ്ണമായിട്ടുള്ള വിജയമില്ല. 3 സ്ഥാനാർത്ഥികളും നല്ല നിലയിൽ, 3 മുന്നണികളും നല്ല നിലയിൽ മത്സരരംഗത്തുണ്ട്. ഇപ്പോഴും ശബരിമല സ്വർണ്ണക്കൊള്ളയും ഒരു വിവാദ വിഷയമായിട്ട് നിൽക്കുന്നുണ്ടല്ലോ. അപ്പൊ കഴക്കൂട്ടത്തെ ജനങ്ങൾ അതിനൊരു മറുപടിയായിട്ടൊക്കെ നൽകുന്നൊക്കെ പറയുന്നു. വിവാദമാക്കാൻ ചില ആളുകൾ ശ്രമിക്കുന്നുണ്ട്. അത് കേവലമായിട്ടുള്ള രാഷ്ട്രീയ താല്പര്യം മാത്രമാണെന്ന് എല്ലാവർക്കും അറിയാം. തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടാണെന്ന് ഞങ്ങൾക്ക് ബോധ്യമായിട്ടുണ്ട്. എനിക്കതിനകത്ത് റോളുമില്ലെന്നുള്ള കാര്യം എല്ലാവരും സമ്മതിച്ചുള്ളതാണ്. ഹൈക്കോടതിയാണ് നേരിട്ട് അന്വേഷണം നടത്തുന്നത്. അവരാണ് SIT നിയോഗിച്ചത്. അവർക്കാണ് SIT റിപ്പോർട്ട് ചെയ്യുന്നത്. അവരുടെ നിരീക്ഷണത്തിലാണ് നടക്കുന്നത്. അതിനേക്കാൾ ഫലപ്രദമായിട്ടുള്ള ഒരു അന്വേഷണ സംവിധാനത്തെ നമുക്ക് ഏർപ്പെടുത്താൻ വേണ്ടി സാധിക്കും. ഭംഗിയായിട്ട് നടക്കുന്നു. ഇന്നലെ തുടങ്ങി. ഇന്നിനി വൈകിട്ട് കഴക്കൂട്ടത്ത് പദയാത്രയാണ്. അപ്പോൾ എല്ലാ ദിവസവും മണ്ഡലത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ പദയാത്രയായി ആളുകളെ നേരിട്ട് കാണുക എന്നുള്ളതാണ് പരിപാടി. എങ്ങനെയുണ്ട് ജനങ്ങളുടെ ഒരു പ്രതികരണം? വളരെ അനുകൂലമായിട്ടുള്ള പ്രതികരണമാണ്. നല്ല പരിപാടി. ഇപ്പോൾ നമുക്കറിയാം, ഇതിപ്പോൾ LDF കടകംപള്ളി സുരേന്ദ്രൻ MLA ആണ്. അപ്പോൾ അദ്ദേഹം നേടിയൊരു ഭൂരിപക്ഷമുണ്ട്. അതിനെ മറികടക്കുമോ BJP? അത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലല്ലേ? കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ കണക്കിന് ഈ തെരഞ്ഞെടുപ്പിൽ ഒരു പ്രസക്തി ഇല്ലല്ലോ. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ കണക്ക് മതിയായിരുന്നെങ്കിൽ ഇപ്പോൾ വീണ്ടും തെരഞ്ഞെടുപ്പ് നടത്തണ്ടല്ലോ. അതിൽ അപ്രസക്തമാണ്. ആ ഭൂരിപക്ഷമൊന്നും ഒരു പ്രസക്തിയില്ല. കടകംപള്ളി സുരേന്ദ്രൻ ഈ മണ്ഡലത്തിൽ ഇതിനു മുമ്പ് തോറ്റിട്ടുണ്ട്. ജയിച്ചതിന് ശേഷം തോറ്റിട്ടുണ്ട്. പ്രധാന ആയുധം ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് തന്നെയാണോ? ആയുധമല്ല, ജനങ്ങളുടെ ഇടയിൽ ജനങ്ങളുടെ പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഈ ജനപ്രതിനിധിക്കും സർക്കാരിനും സാധിക്കാത്ത സാഹചര്യത്തിൽ ജനങ്ങൾ ഒരു പുനർവിചിന്തനത്തിന് തയ്യാറാണ്. ഈ 5 വർഷം നോക്കുമ്പോൾ ഈ മണ്ഡലത്തില് എങ്ങനെയുണ്ട് ഭരണം? ഇവിടെ വെള്ളം കുടിക്കാനുള്ള വെള്ളം കിട്ടുന്നില്ല എന്നാണ് ആൾക്കാർ പരാതി പറയുന്നത്. അപ്പോൾ പിന്നെ ഭരണത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണമല്ലേ, ഏറ്റവും നല്ല ഇതാണ്, അടയാളമാണ്. വെള്ളം കൊടുക്കാൻ ദാഹജലം കിട്ടാതെ ജനങ്ങൾ വലയുന്നു. അപ്പോൾ ഭരണം എങ്ങനെയാണെന്നുള്ളതിന് വേറെ കൂടുതൽ വിലയിരുത്തേണ്ട ആവശ്യമില്ല. അപ്പോൾ BJP എന്തൊക്കെ വാഗ്ദാനങ്ങളാണ് ജനങ്ങൾക്ക് മുന്നിലേക്ക് കഴക്കൂട്ടത്തെ വോട്ടർമാർക്ക് നൽകുന്നത്? നരേന്ദ്രമോദി സർക്കാർ നടത്തിയിട്ടുള്ള വികസനം അത് കഴക്കൂട്ടത്തെ ജനങ്ങൾക്കറിയാം. മുടങ്ങിക്കിടന്ന കഴക്കൂട്ടം കാരോട് ബൈപ്പാസ് നിർമ്മിച്ചത് നരേന്ദ്രമോദിയാണ്. അതൊരു ഉദാഹരണമാണ്. നിരവധി കാര്യങ്ങൾ അതുമായിട്ട് ബന്ധപ്പെടുത്തി കഴക്കൂട്ടത്തെ ജനങ്ങൾക്ക് ജനങ്ങളുടെ വികസനം ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യും. ഇപ്പോൾ LDF-നൊപ്പം നിൽക്കുന്ന കഴക്കൂട്ടം വോട്ടർമാര് ഇപ്പോൾ നിലവിൽ അവർ LDF-നൊപ്പമാണ്. അപ്പോൾ BJP ഇപ്രാവശ്യം എന്തായാലും BJP-ക്കൊപ്പം നിൽക്കുമെന്നോ ഒരു ആരും LDF-നൊപ്പോ UDF-നൊപ്പോ ഓരോ തെരഞ്ഞെടുപ്പിൽ ആ തെരഞ്ഞെടുപ്പിലെ സാഹചര്യം അനുസരിച്ചിട്ട് വോട്ട് ചെയ്തു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ സാഹചര്യം അനുസരിച്ചിട്ട് അന്ന് വോട്ട് ചെയ്തു. ഈ തെരഞ്ഞെടുപ്പിലെ സാഹചര്യം അനുസരിച്ചിട്ട് ജനങ്ങൾ ഈ തവണ വോട്ട് ചെയ്യും. എല്ലാ ചാനലിലും ചർച്ച ചെയ്യപ്പെടുന്നത്, മാധ്യമങ്ങളിലെല്ലാം ചർച്ച ചെയ്യപ്പെടുന്നത് ഡീലിനെ കുറിച്ചാണ്. ഈ ഡീലിന് ഒരുപാട് ചരിത്രമുണ്ട്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് മുതൽ ഉള്ള ചരിത്രം ഈ ഡീലിലുണ്ട്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് 65ഓളം സീറ്റുകളിൽ BJP CPM-ന് വോട്ട് ചെയ്തു. അത് നിയമസഭയ്ക്കകത്ത് വളരെ ആധികാരികമായി തെളിയിക്കപ്പെട്ടതാണ്. പ്രസംഗത്തിൽ കൂടി എല്ലാ കാര്യങ്ങളും. കഴിഞ്ഞ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ ഇതുപോലെ ഈ നഗരസഭ BJP-ക്ക് കിട്ടാൻ വേണ്ടി ഒരു പുതിയ തരത്തിൽ വാർഡ് വിഭജനം നടത്തി. UDF-ന് കിട്ടുന്ന വാർഡുകളെല്ലാം 17,000, 16,000 വെച്ച് വോട്ടുകളാക്കി. BJP-ക്ക് കൊടുക്കാൻ വേണ്ടി 3,000, 4,000 വോട്ടുകളാക്കി. തിരുവനന്തപുരം സെൻട്രൽ ഉണ്ടായിരുന്ന 6ഓളം സീറ്റുകൾ ഈ കഴക്കൂട്ടത്തേക്കാക്കി.
അതെല്ലാം ബി ജെ പിക്ക് കൊടുത്തു. കടകംപള്ളി സുരേന്ദ്രന്റെ സ്വന്തം വാർഡ് ബി ജെ പിക്ക് കൊടുത്തു. അതേസമയം ചാക്ക, കരിക്കകം, പേട്ട LDF ജയിച്ചിട്ട് ബാക്കി ചുറ്റുവട്ടമുള്ള വാർഡുകളെല്ലാം ബി ജെ പിക്ക് കൊടുത്തു. അത് കഴിഞ്ഞാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് നമ്മൾ വരുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും കുടുംബത്തെയും കുറിച്ചുള്ള ഭീകരമായ അഴിമതി ആരോപണങ്ങൾ, ഒപ്പം ശബരിമലയുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ, അതിലൊന്നും എന്തെങ്കിലും ഒരു ചെറിയ കുറ്റമുണ്ടെങ്കിൽ കേന്ദ്ര ഏജൻസി ചാടിപ്പിടിക്കുന്നതാണ് കോൺഗ്രസ് മുഖ്യമന്ത്രിമാരെയും ഡെപ്യൂട്ടി മുഖ്യമന്ത്രിമാരെയും. ഇത്രയൊക്കെ സംഭവം ഉണ്ടായിട്ടും ഒരു കേന്ദ്ര ഏജൻസി ശബരിമല കാര്യത്തിൽ എന്നൊരക്ഷരം കിട്ടിയിട്ടില്ല. അപ്പോൾ ഡീലിന്റെ തുടക്കമാണ്. ആ ഡീൽ എന്ന് പറയുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് സീറ്റുകൾ കൊടുക്കുക എന്നുള്ളതാണ്. BJPയുടെ സ്ലോഗൻ എന്താണ്? കോൺഗ്രസ് മുക്ത ഭാരതം. CPMന്റെ സ്ലോഗൻ കോൺഗ്രസ് മുക്ത കേരളം. അപ്പൊ രണ്ടുപേർക്കും കോൺഗ്രസ് മുക്തയാണ് പ്രധാനം ബ്രാക്കറ്റിൽ. അപ്പൊ അതിനുവേണ്ടി BJP ചോദിച്ചത് 25 സീറ്റാണ്.